അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമയവും കഴിവും വിനിയോഗിക്കുക എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും സാധിക്കുന്ന കാര്യം അല്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇടയ്ക്കിടെ നമ്മുടെ ഗ്രൂപ്പിൽ പാട്ടുപാടി എല്ലാവർക്കും ആസ്വദികരമായ രീതിയിൽ പാട്ടുപാടി ഇടുകയും പിന്നെ നമ്മുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ഒരിക്കൽ പോലും അതിനെ നിരാകരിക്കാതെ അദ്ദേഹം വലിയ പ്രശസ്തനായിട്ടുള്ള ഒരുപാട് വലിയ വലിയ വേദികളിൽ പാടുന്ന ആളാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നൊരു ഭാവമില്ലാതെ ഇത്തരത്തിലുള്ള ചെറിയ വേദികളിൽ വന്ന് പോലും നമ്മളെ ആനന്ദിപ്പിക്കാൻ എന്നും സന്തോഷപൂർവ്വം നമ്മുടെ മുന്നിലേക്ക് എത്താറുള്ള ബഹുമാനപ്പെട്ട ശ്രീ ഷിബു രാഘവ് ചേട്ടൻ്റെ മലയാള ഗാനങ്ങളുടെ പ്രസക്തി, മനോഹാരിത എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പാട്ടുപാടിയും ഇത്രയും നേരം നമ്മൾ കേട്ട ടീച്ചറുടെ അതിഗംഭീരമായുള്ള വേദാന്തത്തിൻ്റെ ഒന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കുറച്ചും കൂടി ആനന്ദകരമായിട്ടുള്ള ദിനത്തേക്ക് നമ്മളെ പാട്ടുപാടി കൊണ്ടുപോകാൻ വേണ്ടി ഷിബു ചേട്ടൻ്റെ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ചിരിക്കാനുള്ളൊരു വകയായിരിക്കും മിക്കവാറും. കാരണം ഞാൻ ഒരുപാട് വേദികളിൽ കാണാൻ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചെറിയൊരു റെസിഡൻസിൽ ഇത്രയ്ക്കും കഴിവുള്ള ആൾക്കാരുണ്ടോ? കാരണം ഒരു പ്രസംഗ വേദിയാണോ അത്? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസംഗിക്കുന്ന ആൾക്കാരാണോ ഈ സംസാരിച്ചേക്കുന്നത്? വെറുതെ ഒരു സാധാരണ കുടുംബിനി അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിക്കാർ, അതിൽ കൂടുതൽ ഇവരാരും വേദികളിൽ സംസാരിച്ച് പരിചയമുള്ളവരല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രസംഗം. വളരെ മനോഹരമായിട്ട് നിവേദിതര ക്ലാസ്സോടുകൂടി ആരംഭിച്ച ക്രൈം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ നിവേദിതയ്ക്ക് സാധിച്ചു. അതിനുശേഷം നമ്മുടെ ബിന്ദു മനോജ്, ഞാൻ ആ പുള്ളിക്കാരത്തിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അവർ സംസാരിച്ചത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് വളർന്നു വരാനുള്ള, അതായത് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ, അതായത് PSC കോച്ചിങ്ങുള്ള കോച്ചിങ്ങുകൾ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വളരെയധികം അതൊരു സന്തോഷമായി മാറി. ഞാൻ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം പോലും ഞാൻ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ എൻ്റെ തലയിൽ കറങ്ങുന്നുണ്ട്. സച്ചിനെ കുറിച്ച് പറയണോ, കാംബ്ലിനെ കുറിച്ച് പറയണോ, അല്ലെങ്കിൽ ഹിമാദാസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു അത്ലറ്റ് ഉണ്ട്, ഇന്ത്യയുടെ ഏറ്റവും സ്പീഡ് കൂടിയ 18 ഏജിലുള്ള ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് 400 മീറ്റേഴ്സ് ചാമ്പ്യനാണ്. ഒരു സാധാ ആസാമിലെ ഒരു കൃഷിക്കാരൻ്റെ മകളാണ്. ആ കൃഷിക്കാരൻ്റെ മകൾക്ക് വെറും ഒരു തുച്ഛമായ പൈസ പോലും അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്നില്ല. പക്ഷേ അവളൊരു ഫുട്ബോൾ പ്ലെയറാണ് ശരിക്കും. ഈ ഹിമാദാസിൻ്റെ ഫുട്ബോൾ പ്ലേയെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരു കോച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കണ്ടിട്ടാണ് അവളെ 100 മീറ്ററിലേക്ക് ഇവളെ കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന് സെലക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ആ കുട്ടിയുടെ കരിയർ ആരംഭിക്കുകയാണ്. അങ്ങനെ അവൾ ഇന്ത്യയിൽ നടക്കുന്ന അമേച്ചർ മീറ്റുകളിലെല്ലാം ഫസ്റ്റും സെക്കൻഡും അങ്ങനെയൊക്കെയായി, സെക്കൻഡായി, പിന്നെ ഫസ്റ്റായി, അങ്ങനെ ഇന്ത്യയിലെ നാഷണൽ ചാമ്പ്യനായി. ഇവിടെ നിന്ന് നാഷണൽ, അതായത് ലോകരാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന 18 ഇയേഴ്സിൻ്റെ അമേച്ചർ മീറ്റുകളിൽ പങ്കെടുക്കണം. അപ്പോൾ അവളുടെ സാധുവായ അച്ഛനുണ്ടല്ലോ, സാധുവായ അച്ഛൻ അവൾക്കൊരു ഷൂ വാങ്ങിച്ചു കൊടുത്തു. ഷൂ ഇല്ല, കാരണം ഓട്ടക്കാരിക്ക് അല്ലെങ്കിൽ സ്പൈക്ക് എന്ന് പറഞ്ഞ ഷൂ ഉണ്ട്. അതായത് കാലിൻ്റെ ഷൂവിൻ്റെ അടിയിൽ മുള്ളു പോലത്തെ ആണി ഉണ്ടാവും, 4 ആണി ഉണ്ടാവും. ആ ആണി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശക്തി പ്രാപിച്ച് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വൈറ്റ് കളറിലുള്ള ഷൂ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അതിനകത്ത് അത് ലോക്കൽ ഷൂ ആണ്. അപ്പോൾ അവൾക്ക് അത് അവളുടെ ഒരു ആഗ്രഹമുണ്ട്. എല്ലാവരും ഭയങ്കര ബ്രാൻഡഡായ നൈക്ക്, അഡിഡാസ് അങ്ങനെയുള്ള പോലത്തെ ഷൂ ഒക്കെ ഇട്ട് വരുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവളൊരു സ്കെച്ച് പെൻ എടുത്തിട്ട് ആ ഷൂവിൽ അഡിഡാസ് എന്ന് പറഞ്ഞ് എഴുതി.
അഡിഡാസ് എന്നും പറഞ്ഞ് ആ കുട്ടി ഷൂമേൽ എഴുതിയിട്ടാണ് ഈ മത്സരത്തിന് പോയത്. നാഷണൽ മത്സരത്തിന് പോയപ്പോൾ അഡിഡാസ് കമ്പനിയുടെ വലിയ വലിയ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരത് കണ്ടു കഴിഞ്ഞിട്ട് ഈ കുട്ടി ചാമ്പ്യനുമായി. അപ്പോൾ അവരത് കണ്ടിട്ട് അവർ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ അംബാസിഡർ ആകാൻ പറ്റുമോ? അതായത് അഡിഡാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അംബാസിഡർ ആകുമോ എന്ന് ആലോചിച്ച് നോക്കും. ആ കുട്ടിയുടെ ഒരു എന്തായിരിക്കും ആ കൊച്ചിൻ്റെ ഒരു ഇത് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കും. അത്രയ്ക്കും വലിയൊരു കമ്പനിയുടെ അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഈ അഡിഡാസ് കമ്പനി അഡിഡാസ് എന്ന് മാറ്റിയിട്ട് ഹിമ ദാസ് എന്ന് പറഞ്ഞൊരു ഷൂ ഇറക്കി. ഒന്ന് ആലോചിച്ച് നോക്കും. ഹിമ ദാസ് എന്ന് പറഞ്ഞിട്ടൊരു ഷൂ ഇറക്കി. അത് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഹിമയാണ്. ഞാൻ അതൊന്നും പറയാനൊന്നും അല്ല വന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറെ വിഷയത്തിലേക്ക് വന്നത്. പാട്ട് പാടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ പാട്ട് പാടാമല്ലോ, എൻ്റെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പാടണയിൽ ഒരു വിഷമവുമില്ല. പക്ഷേ ഇപ്പം എൻ്റെ തൊണ്ട പോയിരിക്കുകയാണ്. എന്നാലും ഈ ഞാനൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് ഞാൻ വളരെ സ്നേഹമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്. എനിക്ക് തിരിച്ച് ആ സ്നേഹം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജനിച്ചു വളർന്നതും എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും. ഞാൻ എവിടെ പോയാലും എല്ലാവരോടും കുറേ നേരം സംസാരിക്കും. ഒരു പ്രാവശ്യം ഞാനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ വേണ്ടാന്ന് പറയാറില്ല. കാരണം ഞാൻ അതേപോലെ സംസാരിക്കും. അവരെ ബിഹേവ് ചെയ്യണത് എത്ര നല്ല വ്യക്തിയാണെങ്കിലും എത്ര വലിയ ടോപ്പ് ആളാണെങ്കിലും പോലും വളരെ ഡീസൻ്റായിട്ട് നമ്മൾ സംസാരിക്കും. അതേപോലെ മഹത് വ്യക്തികളുണ്ട്. ഞാൻ HDFC മ്യൂച്വൽ ഫണ്ടിലാണ് 1998 HDFC മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ജോയിൻ ആയി. അവിടെ നിന്ന് 2014 ഞാൻ അവിടെ നിന്ന് ആ കമ്പനിയിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ആ കാലയളവിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ കേരളത്തിലുള്ള എല്ലാ ബാങ്കുകളും ഏത് ബാങ്കാണെന്നല്ല എല്ലാ ബാങ്കിലെ മാനേജേഴ്സായിട്ടും, അത് കാസർഗോഡ് തുടങ്ങി ട്രിവാൻഡ്രം, ഏത് ബാങ്കിലുള്ള എല്ലാ മാനേജേഴ്സായിട്ടും വൈസ് പ്രസിഡന്റുമാരായിട്ടും എല്ലാവരുമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാനായിട്ട് എന്നും സംസാരിക്കുമായിരുന്നു. കാരണം HDFC മ്യൂച്വൽ ഫണ്ടിൽ ആദ്യത്തെ സ്റ്റാഫിൽ എൻ്റെ ഹെഡായിരുന്ന രമേശ് എന്ന് പറഞ്ഞ ആളാണ് കേരള ഹെഡ്. ഞാൻ ഓൺ റോൾ സ്റ്റാഫൊന്നുമല്ല, പക്ഷേ ആദ്യത്തെ ഒരു സ്റ്റാഫ് ഞാനാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ HDFC മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ എൻ്റെ ഹെഡായ രമേശ് എൻ്റെ ഫ്രണ്ട് തന്നെയാണല്ലോ. അയാൾ എപ്പോഴും തിരക്കായിരിക്കും. ഫുൾ ടൈം ഫോണാണ്, ഫുൾ ടൈം. അപ്പോൾ ഈ ഫോൺ വന്നു കഴിഞ്ഞാൽ പുള്ളി പറയും, എടാ എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്കണം, എല്ലാവരും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നീ ഒന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയാ, ഓക്കെ. ഞാനപ്പോൾ അതൊക്കെ പഠിച്ചു തന്നെയുള്ളായിരുന്നു. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. അതൊക്കെ നമ്മൾ പഠിച്ചു. ഞാൻ ഒരുപാട് ടെസ്റ്റുകൾ എഴുതി പാസ്സായി. ബാങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ ടെസ്റ്റുകളും പാസ്സായിട്ടുണ്ട്. ഞാൻ വളരെ പ്രീ ഡിഗ്രി മാത്രം പഠിച്ചിട്ടുള്ളൂ. പക്ഷേ MBA പഠിച്ച ആൾക്കാരും BBA പഠിച്ച ആൾക്കാരും ബാങ്കിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ MBA പഠിച്ചവരാണ്, മാർക്കറ്റിംഗ് സെയിൽസിലുള്ളവരൊക്കെ. പക്ഷേ ഞാൻ സെയിൽസിൽ നിന്നിട്ടുണ്ട്. സെയിൽസിൽ എനിക്ക് ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ വളരെ ഡീസൻ്റായിട്ട് എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു. അതായത് മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് വരുന്ന MBA പഠിച്ച് വരുന്ന പിള്ളേർക്കെല്ലാം മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഞാൻ ഒരുപാട് മഹത് വ്യക്തികളെ എൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുണ്ട്. അടുത്ത ഫ്രണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും എനിക്ക് ടോപ്പായിട്ട് തോന്നിയേക്കണതൊന്ന് DD വില്ല അല്ലെങ്കിൽ അസറ്റ് ഹോം എന്നൊക്കെ പറയുന്ന വലിയ ബിൽഡേഴ്സ് ഉണ്ട്. അവരെയാണ് ഇവിടുത്തെ എറണാകുളത്തുള്ള എല്ലാ ഫ്ലാറ്റുകളും കൂടുതൽ അവരെയാണ്. നാഷണൽ അങ്ങനെയുള്ള എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് HDFC മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. അവർ 10 കോടി 50 കോടി 20 കോടി എപ്പോഴും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ദേശായി ഹോംസ്, അതാണ് പേര് വന്നത്. ദേശായി ഹോംസിൻ്റെ പേരിൽ താഴെയാണ് ഇതെല്ലാം. ഈ പറയുന്ന DD വില്ല, അസറ്റ് ഹോം, അങ്ങനെയുള്ള ഹോമുകളൊക്കെ ഓരോരോ നെയിമിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ MD ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും ഇല്ലാത്ത ഒരുപാട് കഴിവ് എനിക്കുണ്ട്. ആ കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റീജിയണൽ ഹെഡിന് അല്ലെങ്കിൽ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓഫീസിലെ എല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റ് കട്ട് ഓഫ് ടൈമിൽ, അതായത് ഡെയിലി മ്യൂച്വൽ ഫണ്ടിൽ
3 മണിക്ക് കട്ട് ഓഫ് ടൈം ഉണ്ട്. അതായത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും 3 മണിക്കൂർ പഞ്ചിങ് ടൈം ഉണ്ട്. ക്യാമ്പ്സ് അതിൻ്റെ ഷെയറിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 മണിക്ക് കട്ട് ഓഫ് ടൈം ഉണ്ട്. എന്നാൽ മാത്രമേ അന്നത്തെ NAV-യിൽ, അതായത് നമുക്കൊരു യൂണിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമല്ലോ, ആ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ആ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ പഞ്ച് ചെയ്യണം. അപ്പോൾ ഈ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, കോടികളാണ്. അതേപോലെ കോടികളല്ലാത്ത സാധാരണ 1000 രൂപയുടെ പർച്ചേസും എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഈക്വലാണ്, കറക്റ്റ് ടൈമിനെല്ലാം ചെയ്യണം. അപ്പോൾ ഈ ദേശായി ഹോംസിൻ്റെ MD പോലത്തുള്ള ആൾക്കാരും വലിയ വലിയ ബാങ്കിലിരിക്കുന്ന കാത്തലിക് ബാങ്ക്, IDBI ബാങ്ക്, ICC ബാങ്ക്, അങ്ങനെയുള്ള ഡോയ്ഷ് ബാങ്ക്, എല്ലാവരും എന്നെ കാണുന്നത് വളരെ ഇതായിട്ടാണ്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ കാര്യങ്ങളിൽ ചില MD-മാരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ചില കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് വെളിപ്പെടുത്താത്ത വേറെ ഒന്നുമല്ല. ആ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നിസ്സാര ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിലൂടെയാണ് പോയിരുന്നത്. ഞാനില്ലെങ്കിൽ എൻ്റെ റീജിയണൽ ഹെഡിന് വരെ അയാൾ എവിടെ ബാംഗ്ലൂരായിരിക്കാം, പക്ഷേ ഇവിടെ നിന്ന് ഒരു ഫയൽ പോകണമെങ്കിൽ അയാളുടെ കാര്യങ്ങൾ വേണം. അതിനും എനിക്ക് തന്നെയാണ് പവർ വന്നേക്കണം. ഞാൻ എൻ്റെ ഓഫീസിലെ ചെറിയൊരു സ്റ്റാഫാണ്, പക്ഷെ ഞാനില്ലാത്ത കാര്യങ്ങൾ നടക്കില്ല. അങ്ങനത്തെ ഒരു ഓഫീസിൽ ഒരു 10-12 വർഷം വർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല വ്യക്തികളായിട്ട് ഇടപഴകാനും, ശ്രീലേഖ IPS അവരുടെയൊക്കെ ആ ബീക്കൺ വെച്ച കാറിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നു. അത്രയൊക്കെ അടുത്ത ഫ്രണ്ടായിരുന്നു. അവർക്ക് വീട് വാങ്ങിക്കാനും അവരുടെ കാറാണ് എനിക്ക് ആദ്യം തന്നത്. അവരൊക്കെ ഇട്ട് അവരുടെ വീട്ടിലും എല്ലായിടത്തും ഭയങ്കര ഇതാണ്. അവർക്ക് വീട് വാങ്ങിക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്നും കൂടി പറഞ്ഞോളൂ, അവർക്ക് സംസാരിച്ചത്. അതേപോലെ DD ദേശായി ഹോംസിലെ MD-മാരൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം അടുത്തിടപഴകുക എന്ന് പറഞ്ഞാൽ അന്ന് 2012-ലൊക്കെ എനിക്ക് നല്ല കാശെന്ന് വെച്ചാൽ എനിക്ക് കാശ് കിട്ടുന്ന ഭയങ്കര രീതിയിലാണ് കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ദേശായി ഹോംസിൻ്റെ DGM അവരെയൊക്കെ എൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ താജ് റെസിഡൻസി, അതായത് ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസി, അവിടെ ഞാൻ കൊണ്ടുപോയി അടിപ്പിക്കും. എൻ്റെ കാശ് കൊണ്ട് ഞാൻ കൊണ്ടുപോയി അടിക്കുമായിരുന്നു. ഞാൻ അവിടെ ഒന്നും കയറാനില്ല. പക്ഷേ ഇവരെ കയറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഹോട്ടലിൽ കയറ്റാൻ പറ്റുള്ളൂ. റമദാൻ, ഡ്രീംസ്, അങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ട്രീറ്റ് കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഞാൻ അന്ന് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീബ രാധാകൃഷ്ണൻ ഉണ്ട്. ട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൺസൾട്ടൻസിൻ്റെ പേര്. അവരാണ് ആക്ച്വലി ശ്രീലേഖ IPS-ൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവരൊരു സാധാരണ ഒരു ഓഫീസായിരുന്നു. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ മൂലം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതായത് ബാങ്കുകളിലെ വഴി ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു. അവർ സാധാരണ ഒരു ഓഫീസ് ഇട്ടിരുന്നവരെ ഞാൻ ഇന്ത്യയിലെ നമ്പർ 1 ആക്കിയിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലെ നമ്പർ 1 ആക്കിയിട്ടുണ്ട്. ട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് ഇന്ത്യയിലെ നമ്പർ 1 ആക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ലെവലിലൊന്നുമല്ല. ആ ഒരു പോക്കിൽ ഞാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇവിടെ നിൽക്കേണ്ടുന്ന ആളല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് മാറിപ്പോയേനെ. പക്ഷേ ആ ഇടയ്ക്ക് ഈ മ്യൂച്വൽ ഫണ്ടിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. അതാണ് സെബി എന്ന് പറഞ്ഞിട്ട്, സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഓഫ്, അത് ഞാൻ മറന്നു കേട്ടോ. അപ്പം ആ സംഭവം ഇവരുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കമ്മീഷൻ എടുത്ത് കളഞ്ഞു. ഡയറക്റ്റ് കമ്മീഷൻ, അപ്ഫ്രണ്ട് കമ്മീഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ബ്രോക്കറിന് കിട്ടുന്ന കമ്മീഷൻ. അതായത് ഒരു 10 ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.25% ആ ബ്രോക്കറിന് കിട്ടും. അതായത് ട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ 2.25% 25,000 10 ലക്ഷം രൂപ കിട്ടും. അതേപോലെ 100 കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്യുമായിരുന്നു വേറെ ഇത് വെച്ചിട്ട്. ഞാൻ ഇവർക്ക് റൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി വളർന്നു ഭയങ്കര വലുതായി. അതായത് ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു DD വില്ലയില, അതായത് ചക്കരപ്പറമ്പ്, പാലാരിവട്ടം ചക്കരപ്പറമ്പിലെ കെൻറ്റ് വില്ലയിലെ ഒരു വില്ല വാങ്ങിച്ചു. ഏറ്റവും കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. ഇവർ സാധാരണക്കാരാണ്, പക്ഷെ അവർ കാശിന് അഹംഭാവം വന്നിട്ടേ അവർ കെൻറ്റില്ലം വാങ്ങിച്ചു.
അവിടെ നിന്നൊക്കെ ഇപ്പോൾ താഴെ പോയിട്ടോ, ആ ഫ്രണ്ട് കമ്മീഷൻ കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ താഴെ പോയി. പക്ഷെ എന്നാലും നല്ല ഇതിനകത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്, നമ്മളൊരു പാട്ട് പാടുക. പിന്നെ എനിക്കിന്ന് ഇവിടെ സംസാരിച്ച എല്ലാവരുടെയും പ്രസംഗങ്ങൾ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. മൈസി ടീച്ചറിൻ്റെ നല്ല നല്ല രസമായിട്ടുള്ള ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. ഓമിനെ കുറിച്ച് ഞാൻ ഈ അടുത്ത് വെറുതെ മൊബൈലിലൊക്കെ നോക്കിയപ്പോൾ ഈ ഓമിനെ കുറിച്ച് ഞാനും നോക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റാണ് മൈസി ചേച്ചി പറഞ്ഞത്. അതെല്ലാം നല്ലൊരു കഥയായിട്ട് തന്നെ കേൾക്കാൻ പറ്റി. പിന്നെ ഗിരീഷ് വെള്ളം കൊടുക്കണ്ടായിരുന്നു മൈസി ചേച്ചിക്ക് വെള്ളം കൊടുത്തുകൊണ്ടാണ് പുള്ളിക്കാർക്ക് നിർത്തിക്കളഞ്ഞത്. അല്ലെങ്കിൽ നിർത്തൂലായിരുന്നു, നന്നായിട്ട് ഇത്തിരി കൂടി കേൾക്കായിരുന്നു നമുക്ക്. കാരണം ഇതൊക്കെ വല്ലപ്പോഴേ കേൾക്കുള്ളൂ, കാരണം അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അതൊക്കെ. ഓക്കെ, അത് ഞാൻ ഐശ്വരനോട് പറഞ്ഞ് വെള്ളം കൊടുക്കണ്ടായിരുന്നു. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ സംസാരിക്കാൻ പറ്റും. കാരണം ഞാനിവിടെ തീരുമാനിച്ചിട്ടില്ല എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും എല്ലാം മനോഹരമായിരുന്നു. നമുക്കൊരു പാട്ട് പാടാം. പാട്ട് നിങ്ങൾക്കറിയാലോ, എനിക്ക് ശബ്ദം പോയിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനായ പി ജയചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ കഴിഞ്ഞ ആഴ്ച എവിടെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. നിങ്ങളാരും ഞാൻ കണ്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു. അവിടെ എനിക്ക് പാടാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വായിന്ന് വർത്തമാനം പറഞ്ഞ ശബ്ദം പോലും വരില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പാട്ട് പാടണമെന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയിച്ചൊരു പാട്ടാണ്. അതായത് പി ജയചന്ദ്രൻ്റെ എക്കാലത്തെയും നല്ലൊരു പാട്ടില്ല, അദ്ദേഹം പാടിയിട്ട് കരഞ്ഞു പോയതാണ്. എന്നെ വേദനിപ്പിച്ച പി ജയചന്ദ്രനെ വേദനിപ്പിച്ച പാട്ടെന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ പാട്ട് ഞാൻ പാടാം. ഞാനിത് ആദ്യമായിട്ടാണ് 2 ദിവസമായിട്ടുള്ള പഠിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ. പതിരുള്ള നാഴൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നുടെ ശോകരാമായണ പാരായണം. പതിരുള്ള നാഴൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നുടെ ശോകരാമായണ പാരായണം. ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം. ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം. പതിരുള്ള നാഴൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം. ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരിതൂകിയച്ഛൻ്റെ ഛായാചിത്രം. ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരിതൂകിയച്ഛൻ്റെ ഛായാചിത്രം. ഇല്ലായ്മതൻ കളിത്തൊട്ടിലിൽ അനുജൻ്റെ എല്ലാം മറന്നുള്ള മയക്കം. ചിങ്ങക്കിളി പാടും പാട്ടിലും കഥനം. ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം. ഇത് ഇത്ര ഞാൻ പാടുന്നുള്ളൂ. കാരണം ഞാൻ ഈ പാട്ട് ശരിക്കും പഠിച്ചിട്ടില്ല. കാരണം
ഇത് പാടുന്ന വെച്ച് കഴിഞ്ഞാൽ ജയചന്ദ്രൻ്റെ നിങ്ങൾ കേൾക്കാത്ത ഏതെങ്കിലും ഒരു പാട്ട് പാടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. കാരണം എപ്പോഴും സംസാരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും വ്യത്യസ്തത വേണ്ടേ, അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ചിരിക്കുന്നതാണ് ഇഷ്ടം, എനിക്ക് സ്നേഹമാണ് ഇഷ്ടം. എല്ലാവരും സ്നേഹിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക. അതെന്താണെന്നറിയാം, നല്ല സ്നേഹമുള്ളവർക്ക് നല്ല ഹൃദയം ഉണ്ടാകും, അവർ ദൈവങ്ങളാണ്. ഞാൻ ദൈവമാണെന്നല്ല ഞാൻ പറയണം, ഞാൻ മറ്റുള്ളവരിലെ നല്ല ഹൃദയങ്ങളെ മനസ്സിലാക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തിനെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടാവും. ദൈവം എന്ന് പറയുന്ന രൂപമൊന്നുമല്ല. ചില ഹോസ്പിറ്റലുകളിൽ, ചില ആക്സിഡൻറ്റ് കേസുകളിലെല്ലാം നമ്മൾ പല ടൈപ്പ് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഹെൽപ്പും കിട്ടാതെ കിടക്കുന്ന ആൾക്കാർക്ക് ഒരു കൈത്താങ്ങായിട്ട് പല ആൾക്കാരും വന്നെത്തുന്നത്, അതേപോലുള്ള ഒരു കഥ. കാരണം നമ്മുടെ മനസ്സാണ് ദൈവം, അതായത് ഹൃദയം നല്ല ഹൃദയമുള്ളവർക്ക് ദൈവത്തിനെ കാണാൻ പറ്റും. എനിക്ക് ദൈവത്തിനെ കാണാൻ പറ്റില്ല, പക്ഷേ ഞാൻ അനുഭവിക്കാറുണ്ട്. എങ്ങനെ? നല്ലത് ചെയ്യുമ്പോഴും നല്ലത് കാണുമ്പോഴും, നല്ലത് ചെയ്യുന്നത് കാണുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. കണ്ണുകൾ നിറയും, നല്ലത് കണ്ടാൽ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രം നല്ല ഗുണമുള്ള കാര്യമാണ് ആ ചെയ്യുന്നത്. അത് ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യണമല്ല, അവർ വേറെ ആര് ചെയ്താലും ആ നല്ല പ്രവൃത്തിയെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. അതേപോലെ ഞാൻ നല്ല പാട്ടുകൾ അറിഞ്ഞ് പാടിക്കഴിഞ്ഞാൽ ഞാൻ കരയാറുണ്ട്. അയച്ചാറിനൊക്കെ ചിലപ്പോൾ കേൾക്കാനുണ്ടാവും, ചില നേരത്തെ എൻ്റെ പാട്ട് സ്റ്റക്കായി പോകും. ചില പാട്ടുകൾ പാടുമ്പോൾ സ്റ്റക്കായി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞു പോകണം. അത് ആ കറക്റ്റ് അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടുമ്പോൾ നമ്മളെ തന്നെ മറന്ന് അതായി പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു വേദിയിൽ ഒരു കവിതയില്ലായിരുന്നു. ആ കവിത ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു, ഈ കവിത ചിലപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആക്കൂല, പക്ഷേ ഒരു വേദിയാണല്ലോ, നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് കരയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിനത്രയും ഭാവം കൊടുത്തില്ല. ഭാവം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങൾ നമ്മളുടെ അച്ഛനാണല്ലോ എന്ന് ഓർക്കും, അല്ലെങ്കിൽ നമ്മളുടെ മക്കളാണല്ലോ, അതിനെക്കുറിച്ചാണല്ലോ പറയണേന്ന് നമ്മൾ ആലോചിച്ചു. ഒരു പയ്യൻ അവൻ ദൈവത്തിനെ കണ്ട കാര്യം ഞാൻ ഓർക്കുകയാണ്. അതായത് ഒരു 6 വയസ്സുള്ള ഒരു പയ്യൻ ദൈവത്തിനെ വാങ്ങാനായിട്ട് 50 രൂപ പോക്കറ്റിലിട്ടിട്ട് പോവുകയാണ്. 50 രൂപയ്ക്ക് ദൈവത്തിനെ മേടിക്കണം. അങ്ങനെ അവൻ 50 രൂപയായിട്ട് ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, അങ്കിൾ എനിക്കൊരു ദൈവത്തിനെ കിട്ടും, എനിക്കൊരു ദൈവത്തിന് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കടക്കാരൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താടാ നീ എന്നെ കളിയാക്കിയാണോ? നീ എന്താ ഊടായ്പായിട്ട് വന്നേക്കണം, പോടെ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ആ ചെക്കനെ ആട്ടി ഓടിച്ചു. അവൻ അടുത്ത കടയിൽ പോയി ഇതേ തന്നെ ചോദിച്ചു. അയാളും ഇതേപോലെ തന്നെ ഒഴിവാക്കി വിട്ടു. കാരണം ദൈവത്തിന് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ സമയങ്ങൾ? അവൻ ആട്ടി ഓടിച്ചു. അവനെ കാലത്ത് തുടങ്ങി വൈകുന്നേരം സന്ധ്യ ആകണവരെ അവനത് തുടർന്നുകൊണ്ടിരുന്നു. അവസാനം ഒരു കടയിൽ ചെന്നപ്പോൾ ആ കടയിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരു അപ്പൂപ്പനാണ്. അയാളോടും ഇവൻ ചോദിച്ചു, അങ്കിൾ ഇവിടെ ദൈവത്തിനെ കൊടുക്കാറുണ്ടോ? ഇല്ല, എനിക്ക് ദൈവത്തിന് വേണം. എന്തിനാ മോനെ നിനക്ക് ദൈവത്തിനെ? എനിക്ക് ദൈവത്തിന് വേണം, അത്യാവശ്യമാണ്. അപ്പോൾ നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട് എന്ന് പറഞ്ഞു. ശരി, നിനക്ക് ഞാൻ ദൈവത്തിനെ തരാം. അങ്ങനെ അയാളൊരു ചെറിയ കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ട്, ഇതാണ് ദൈവം, ഇത് കൊണ്ടുപോയി നീ അവനപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, അങ്കിളെ എൻ്റെ അച്ഛനും അമ്മയും 3 വർഷം മുമ്പ് മരിച്ചുപോയി. ഇവന് 6 വയസ്സുള്ള കേട്ടോ. അപ്പോൾ മരിച്ചുപോയി.
ഇപ്പോൾ എന്നെ നോക്കുന്ന ഒരു അങ്കിളാണ്. ആ അങ്കിള് ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലാണ്, ബോധം തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി നിൻ്റെ അങ്കിളിനെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രം സാധിക്കും. അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യൻ വിചാരിച്ചു ദൈവം എന്ന് പറയുന്നത് എന്തോ ഒരു അത്ഭുതമാണ്, എന്തൊരു സാധനമാണ്, അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ച് എൻ്റെ അങ്കിളിന് കൊടുക്കണം. എന്നിട്ട് അല്ലെങ്കിൽ അവൻ അനാഥനായി പോകും, കാരണം അവനിഞ്ഞ് വേറെ ആരുമില്ല. അപ്പോൾ അവൻ ആ അങ്കിളിന് വേണ്ടി 50 രൂപയായിട്ട് ചോദിച്ച് ചെന്നു. അയാളൊരു തേൻ കുപ്പിയിൽ തേൻ പകർന്നു കൊടുത്തു. ഇതാണ് ദൈവമെന്ന് പറഞ്ഞു. അവൻ ആ കിട്ടിയ പാടെ ഓടി ആസ്പത്രിച്ചത്. ആസ്പത്രിയിൽ അവൻ ഓടി ചെല്ലുമ്പോൾ എങ്ങനെ ഓടി ചെല്ലും? ആർത്ത് വിളിച്ചിട്ടാണ് ചെല്ലണേ. എൻ്റെ അങ്കിളിന് ഞാൻ ദൈവത്തിനെ മേടിച്ചു. എൻ്റെ അങ്കിളിന് തേൻ കൊടുക്കണം. എനിക്കാരും അങ്ങനെ അന്ന് തേൻ കൊടുത്തു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വലിയൊരു മെഡിക്കൽ ടീം തന്നെ വന്നു. വലിയൊരു മെഡിക്കൽ ടീം വന്നു ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അവരുടെ ചിലവുകളെല്ലാം ഏറ്റെടുത്ത്, ചിലവുകളല്ല എല്ലാ ചികിത്സയും ഏറ്റെടുത്ത് അയാളെ ഭേദമാക്കി. അങ്ങനെ അയാൾ ആ രോഗത്തിൽ നിന്ന്, ആക്സിഡൻറ്റിൽ നിന്ന് റിക്കവറായി. അയാൾ അത് കഴിഞ്ഞപ്പോൾ ബില്ല് വന്നു. ബില്ല് വന്നപ്പോൾ ബില്ല് കണ്ട അങ്കിൾ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ നമ്മളടക്കം എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊരു അലർട്ട് വന്നു, മാറിപ്പോയതാണ്, നിങ്ങളുടെ ബില്ല് വേറൊരാൾ പേ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബില്ല് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു, അത് മാറിപ്പോയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളിനൊന്നും അറിയില്ല, അങ്കിൾ കിടപ്പായിരുന്നല്ലോ. അങ്കിള് മോനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്, ശരിക്കും എന്താണ് സംഭവിച്ചത്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ആ കുട്ടി അവനോട്, അങ്കിളിനോട് എല്ലാം പറഞ്ഞു. 50 രൂപയായി അവൻ റോഡ് നീളെ, കടകൾ നീളെ ചോദിച്ച് നടന്നത്, ദൈവത്തിന് അലഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അവസാനം എനിക്ക് ഇന്ന കടയിൽ നിന്ന് ഒരു അങ്കിളാണ് തേൻ തന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ അങ്കിളിനെ കാണാനായിട്ട് ഈ രോഗിയായ അങ്കിളും ഈ മോനും കൂടി ചെന്ന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ, ആ ഏരിയയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് പുള്ളി, ആ ഇത് പറഞ്ഞപ്പോൾ എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത് ഈ കുഞ്ഞിനോടാണ്. അവനാണ് നിങ്ങൾക്ക് വേണ്ടി 50 രൂപയായി കടയെല്ലാം ദൈവത്തിന് വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഇവൻ്റെ കളങ്കമില്ലാത്ത ഈ ഹൃദയമാണ് ദൈവം. ഈ ഹൃദയത്തിനെ ആണ് നമ്മൾ ദൈവത്തിനെ വിളിക്കേണ്ടത്. അതുകൊണ്ട് ചിലപ്പോഴെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ ഈ ഇതുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഓടുമ്പോൾ നമുക്കിതേപോലെ ദൈവങ്ങളെ കാണാൻ പറ്റും. അതാണ് ആ കഥ. ഒരു എന്താ പറയുക, വളരെയധികം കണ്ണുകളും ഇതെല്ലാം ഈർന്നണിയിപ്പിച്ച ഒരു കഥയാണ്. എന്നാലും ഇതെല്ലാം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കാരണം ഇതെല്ലാം നീട്ടിക്കൊണ്ടുപോയി വെറുതെ അലമ്പാക്കണേന് നല്ലത് ഇടക്ക് നന്നായിട്ട് ഈകുമ്പോൾ നിർത്താം. അപ്പോൾ പുലരി റെസിഡൻസിൽ ഇങ്ങനെ ഒരു വാക്കല്ല, ഒരു പ്രസംഗവേദി ഉണ്ടാക്കി കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യമാണ്. എല്ലാ റെസിഡൻസിലും ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരെങ്ങനെയെങ്കിലും ആ കാര്യങ്ങൾ തള്ളിക്കൊണ്ട് പോകാനൊക്കെ നോക്കുള്ളൂ. പക്ഷേ ഈ റെസിഡൻസിയിൽ ഒരു വ്യത്യസ്തതയുണ്ട്. നമുക്ക് നമ്മളുടെ ആളുകളുടെ കഴിവുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയ ചേച്ചി ആയാലും സിന്ധു, നിവേദിത, എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. ഇനിയും കഴിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. വെറുതെ അനുഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് മൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അല്ലാതെ നമ്മളൊന്നും വലിയ സംസാരിക്കുക, എനിക്കൊന്നും നാളെ വിളിച്ചിട്ട് എന്നോട് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഇത്രയും സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ കഥകളൊന്നും പറയണമെന്ന് വിചാരിച്ച പോലും വന്നതല്ല. അവിടെ നിങ്ങളുടെ നടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറയണം, കുറച്ച് പാട്ട് പാടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏതായാലും നമ്മുടെ പുലരിയിൽ ഇങ്ങനെ ഒരു കോഫി വിത്ത് മാസ്റ്റേഴ്സ് 2 എന്ന പറഞ്ഞ പരിപാടി ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നല്ലൊരു വേദിയാണ് ഈ 85 കുടുംബങ്ങൾക്ക് കിട്ടുന്നത്. ഇത്തരം നല്ലൊരു വേദി ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീരാം ഭരതനോടും ബഹുമാനപ്പെട്ട സെക്രട്ടറി അനിൽകുമാറിനോടും ഇതിൻ്റെ സ്ഥാപകനായ നമ്മുടെ ശങ്കരാടി മുരളിച്ചേട്ടൻ, എനിക്ക് ശങ്കരാടി എന്ന് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അങ്ങനെ വരുള്ളൂ, പക്ഷേ മുരളിച്ചേട്ടൻ, ചന്ദ്രിക ചേച്ചിക്കും എല്ലാവർക്കും, പിന്നെ കമ്മിറ്റിക്കാർക്കും, നമ്മുടെ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും വലിയൊരു നമസ്കാരം. താങ്ക് യു.